രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള KSU പ്രതിഷേധത്തിനിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് DYFI സംഘടിപ്പിച്ച പ്രകടനമാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. ഒരു ജനപ്രതിനിധിയോടും രാഷ്ട്രീയ നേതാവിനോടും ചേരാത്ത വിധത്തിലുള്ള അസഭ്യമായ മുദ്രാവാക്യങ്ങൾ ചിന്താ ജെറോം വിളിച്ചു എന്നതാണ് പ്രധാന ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI കൊല്ലം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഈ പ്രകടനത്തിൽ ചിന്താ ജെറോം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രകടനത്തിനിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അസഭ്യവുമാണെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കോൺഗ്രസ് കൊല്ലൂർവിള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിയാസുദ്ദീൻ റാവുത്തർ നൽകിയ പരാതിയിലാണ് ഇരവിപുരം പോലീസ് കേസെടുത്തത്. ചിന്താ ജെറോം ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 55 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുക, ലഹള സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘം ചേരുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രകടനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ചിന്താ ജെറോമിനെതിരെ ഉയർന്നത്. ഒരു സ്ത്രീ എന്ന നിലയിലും മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിലും പുരോഗമനപരമായ നിലപാടുകൾ പറയുന്ന ഒരാൾ ഇത്തരത്തിൽ അശ്ലീലം കലർന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ മാന്യമായ ഭാഷ ഉപയോഗിക്കാത്തത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിമർശനങ്ങൾ കടുത്തതോടെ വിശദീകരണവുമായി ചിന്താ ജെറോം തന്നെ രംഗത്തെത്തുകയുമുണ്ടായി. താൻ എക്കാലത്തും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നും രാഷ്ട്രീയ എതിരാളികൾ തന്നെ മനഃപൂർവ്വം വേട്ടയാടുകയാണെന്നുമാണ് ചിന്തയുടെ പക്ഷം. അവരുടെ വിശദീകരണത്തിലെ പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒരു വനിതാ മന്ത്രിക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനുമെതിരെ കൊലപാതക ശ്രമം നടക്കുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ വലിയ വികാരമുണ്ടാക്കും. അത്തരമൊരു വൈകാരിക നിമിഷത്തിലാണ് പ്രകടനം നടന്നത്. പ്രകടനത്തിന്റെ ആവേശത്തിൽ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഏറ്റുവിളിച്ചു പോകാറുമുണ്ട്. അത്തരമൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ മുഴുവനായുള്ളതല്ല. ദൃശ്യങ്ങൾ മുറിച്ചുമാറ്റി തനിക്കെതിരെ അപവാദ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ്. മുദ്രാവാക്യത്തിൽ അപാകതയുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ താൻ അത് തിരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. അസഭ്യം പറയുക എന്നത് എന്റെ രീതിയല്ലെന്നും അവർ വ്യക്തമാക്കി. CPMന്റെ രാഷ്ട്രീയം എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സ്ത്രീകൾക്കും ഒപ്പമാണെന്ന് ചിന്താ ജെറോം ആവർത്തിക്കുന്നുണ്ട്. താൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത്. മുഖമില്ലാത്ത സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനാണ് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ എതിരാളികളും ശ്രമിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഈ സംഭവം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളിലെ സംസ്കാര ശൂന്യതയെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അണികൾക്ക് നൽകുന്ന പരിശീലനത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ചിന്താ ജെറോമിന് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ അന്തസ്സിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം ഒരു വിവാദത്തിൽ അകപ്പെട്ടത് പാർട്ടിക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും രാഷ്ട്രീയ വേട്ടയാടൽ എന്ന പേരിൽ ഇതിനെ പ്രതിരോധിക്കാനാണ് CPM നീക്കം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആവേശവും പ്രതിഷേധവും സ്വാഭാവികമാണ്. എന്നാൽ അത് വ്യക്തിഹത്യയിലേക്കോ അസഭ്യത്തിലേക്കോ കടക്കുമ്പോൾ ജനാധിപത്യത്തിൽ അന്തസ്സിടിയുന്നു. ചിന്താ ജെറോമിനെതിരെയുള്ള പോലീസ് കേസ് വെറും ഒരു നിയമ പോരാട്ടം മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളുടെ നിലവാരത്തെക്കുറിച്ചുള്ള ഒരു പുനർചിന്തയ്ക്കും കാരണമായിരിക്കുന്നു. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നതിനോടൊപ്പം തന്നെ അതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഈ കേസിന്റെ സത്യാവസ്ഥ കോടതിയിലൂടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു.